ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന രണ്ട് പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളായി പോവുക, നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആവുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം നമുക്ക് സെക്യൂരിറ്റീൻ്റെ ഒരു പ്രശ്നം, അതായത് നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്ത് പോകുക എന്നുള്ള രണ്ട് പ്രശ്നങ്ങൾ. അപ്പോൾ അത് നമുക്ക് രണ്ട് സെറ്റിങ്സുകൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ആ വീഡിയോ ആണ് ഇന്നൊക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിൻ്റെ ഹോം പേജിൽ നമുക്ക് വാട്സപ്പിൻ്റെ ഐക്കൺ കാണാം. വാട്സപ്പ് നമുക്ക് വളരെ സെക്യൂർ ആയിട്ടും അതേസമയം നമുക്ക് ഡാറ്റ വളരെ ലാഭിച്ചുകൊണ്ടും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ മുകളിലുള്ള സെറ്റിങ്സ് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ആ 3 ഡോട്ട്സിൽ സെറ്റിങ്സിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് ചാറ്റ്സിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നാളെ നമ്മുടെ ഫോൺ നഷ്ടപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം തിരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിലോ നമ്മളത് ബാക്കപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇവിടെ ഞാൻ ഏകദേശം ഫെബ്രുവരിയിൽ ഞാൻ ഡേറ്റ് കാണിക്കുന്നുണ്ട്. 4.7 GB ഞാൻ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പലരുടെയും പല സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഡൗട്ടാണ്, ഇത് നമ്മൾ അത്രത്തോളം ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്കാണ് ഇത് സ്റ്റോർ ആവുന്നത്. അത് പെട്ടെന്ന് നിറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഫുള്ളായി പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ ബാക്കപ്പ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഫ്രീക്വൻസി കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് എപ്പോഴാണ് ഇത് ബാക്കപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് ഡെയിലി കൊടുക്കാം അല്ലെങ്കിൽ വീക്ക്ലി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈഫൈ ഉള്ള സമയത്ത് മാത്രം കണക്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് വൈഫൈ ഉള്ള സമയത്ത് മാത്രം നമുക്ക് ചെയ്യാം. അതിനുശേഷം താഴെ ഇവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഇൻക്ലൂഡ് വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ആ ഇൻക്ലൂഡ് വീഡിയോ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നിട്ട് നമ്മളെ ഗൂഗിൾ ഡ്രൈവ് നിറഞ്ഞു പോകുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓഫ് ചെയ്തിടാൻ വേണ്ടി മറന്നു പോരുത്. അങ്ങനെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് പെട്ടെന്ന് നിറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ പല ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി എന്തിലേക്ക് സേവ് ആയി പോവുകയാണ്, നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ളത് ഓഫ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. പിന്നെ അടുത്ത ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കപ്പ് യൂസിങ് സെല്ലുലർ എന്നുള്ളതാണ്. ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് വൈഫൈ ഉള്ള സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ വൈഫൈ വഴി അത് ബാക്കപ്പ് ആയിക്കോളും. സെല്ലുലർ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡാറ്റ നഷ്ടമാവും. അതിനടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഓൺ ചെയ്ത് വെക്കുക. ഇവിടെ ഓഫാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ചാറ്റുകൾ കാര്യങ്ങളെല്ലാം മറ്റുള്ള ആളുകൾക്ക് ചോർത്തി കൊണ്ടുപോകാൻ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് വഴി പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കറക്റ്റായി വരണമെങ്കിൽ നമ്മളിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബാക്കപ്പ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ പ്രൊട്ടക്ഷൻ നമ്മൾ ഓൺ ചെയ്ത് വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ നിങ്ങൾ ആ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നുള്ളത് ടേൺ ഓൺ കൊടുക്കുക. ഇവിടെ നമുക്ക് ക്രിയേറ്റ് പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മിനിമം 6 ക്യാരക്ടർ പറയുന്നുണ്ട്. 6 ക്യാരക്ടർ വെച്ചിട്ട് ആൻഡ് 1 ലെറ്റർ, ഒരു ലെറ്ററും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തംബ്നെയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് വളരെയധികം ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുവഴി നെറ്റ് ഡൗൺലോഡ് ആവുന്ന സമയത്ത് നെറ്റ് ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനും കൂടി നമ്മൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനിൽ നമ്മൾ ടേൺ ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ മറന്നു പോകരുത്, ഇവിടെ പാസ്വേഡ് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം പിന്നീട് നമുക്കത് റിക്കവർ ചെയ്യണമെങ്കിൽ പാസ്വേഡ് വേണം. അതുപോലെ പാസ്വേഡ് നഷ്ടമായി പോയി കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ അടുത്ത് വരെ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ അടുത്ത് വരെ ഈ പാസ്വേഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഫോർഗെറ്റ് പാസ്വേഡ് ഒന്നും വെച്ചിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൂടി കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾ പാസ്വേഡും കൂടി ഓർത്ത് വെക്കുക. ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തു വെക്കുക. ആദ്യം ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുൾ ആവുന്നതിനുള്ള കാരണമാണ്. അത് നമ്മൾ എന്താണ് എനേബിൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് സെക്യൂരിറ്റി. അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളൊരു പിൻ കോഡ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ
ചാറ്റ്സ് ആർക്കും ചോർത്തി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. ഇതുപോലുള്ള വളരെ ഹൈലി ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഹൈലി ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.